गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण परमगुरवे नमः। ബഹുമാനപ്പെട്ട പാനൂർ ഗുരുസന്നിധി ഭാരവാഹികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ശ്രീനാരായണീയ വിശ്വാസികളെ, സജ്ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലെ ഒരു അംഗം എന്ന നിലയിൽ സ്വാമി തിരുപാദങ്ങളുടെ സ്മരണയിൽ സ്വാഗതവും നമസ്കാരങ്ങളും അർപ്പിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പൂർണമായ വികാസത്തിന്, മുന്നേറ്റത്തിന് ഭൗതികമായ പദാർത്ഥങ്ങളും അറിവുകളും സമാഹരിക്കുന്നതിന് കൂടെ തന്നെ ആത്മീയമായ ഫലവും നമുക്ക് വേണം. ഈ രണ്ടും ഒത്തൊരുമിച്ച് വന്നാലേ നമുക്ക് മുന്നേറാൻ സാധിക്കും. ആത്മീയമായ കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ജീവിതത്തിൽ വന്നു ചേരുന്ന ഏതൊരു പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹത്താൽ സാധിക്കും. ഈശ്വരൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹവും കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉള്ള ഏറ്റവും ലളിതമായ ഒരു ആരാധനാ സംസ്കാരമാണ്, ഉപാസനാ സംസ്കാരമാണ് അർച്ചന എന്ന് പറയുന്നത്. അർച്ചന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമത്തെ സ്മരിച്ചുകൊണ്ട്, ആ നാമത്തെ ചൊല്ലിക്കൊണ്ട് നമ്മൾ പുഷ്പങ്ങൾ ഭഗവത് പാദത്തിൽ സമർപ്പിക്കും. സ്വാമി തിരുപാദങ്ങൾ ശ്രീനാരായണ ഗുരുദേവ സ്വാമികൾ സശരീരനായി, അതായത് ജീവിച്ചിരിക്കുന്ന കാലത്ത്, ശരീരത്തോട് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗുരുവിനെ ആരാധിക്കുവാൻ വേണ്ടി ശിഷ്യഗണങ്ങൾ എഴുതിയ ഒരു മഹാമന്ത്രമാണ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ. ശ്രീനാരായണ ഗുരുദേവ സ്വാമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ. ചൈതന്യ സ്വാമികളെ മലബാറിൽ ഉള്ള ശ്രീനാരായണ ധർമ്മ പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി ഗുരുദേവൻ അയച്ചു. മലബാറിൽ കോഴിക്കോട് വന്ന് കോഴിക്കോട് വിവിധ സ്ഥലങ്ങളിൽ ചൈതന്യ സ്വാമികൾ കേന്ദ്രീകരിച്ച് ഗുരുവിൻ്റെ വിശ്വമാനവിക ധർമ്മത്തെ പ്രചരിപ്പിച്ചു. കോഴിക്കോട് നഗരത്തിൻ്റെ അടുത്തുള്ള വെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീനാരായണ ഗുരുവരാശ്രമം എന്ന പേരിൽ ഒരു പഴയൊരു മഠമുണ്ടാക്കി. അവിടെ സ്വാമികൾ കുറെ കാലം താമസിച്ചു. അതുകൂടാതെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ ഒരു അതിർത്തി ഗ്രാമമായ രാമനാട്ടുകരയിൽ ആ കാലത്ത് കോഴിക്കോട് വലിയ തീയ സമുദായ പ്രമാണിയായ മലയിൽ വേലു എന്ന് പറയുന്ന മലയിൽ വേലു സമുദായ നേതാവായ മലയിൽ വേലുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം രാമനാട്ടുകരയിൽ വലിയൊരു ക്ഷേത്രം, ഒരു ശങ്കര ക്ഷേത്രം സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം കോഴിക്കോട് നഗരത്തിൽ മലർകണ്ടി കൃഷ്ണൻ എന്ന് പറയുന്ന വലിയൊരു സമുദായ പ്രേമി, സമുദായ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവിടെ ഒരു ശാരദാ ക്ഷേത്രം കോഴിക്കോട് നഗരത്തോട് ചേർന്ന് തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 2-3 കിലോമീറ്റർ അപ്പുറം മാറിയിട്ട് ഒരു ശാരദാ ക്ഷേത്രവും, മലർകണ്ടി ശാരദാംബ ക്ഷേത്രം അറിയപ്പെടുന്ന കുടുംബക്ഷേത്രം സ്ഥാപിച്ചു. അങ്ങനെ കോഴിക്കോടും കണ്ണൂരും നമ്മുടെ തലശ്ശേരിയിലും കാസർഗോഡും എല്ലാം തന്നെ ചൈതന്യ സ്വാമികൾ വലിയ രീതിയിൽ ഈ പ്രദേശങ്ങളിലെ ഗുരുഭക്തരെ ആധ്യാത്മികമായും ഭൗതികമായും ഉയർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു. ആ കൂട്ടത്തിൽ 1917 കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് രാജച്ചൻ മൂപ്പനാണ്, ഒന്ന് മലർകണ്ടി കൃഷ്ണനാണ്, അതുകൂടാതെ നാരകത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന വളരെ ചിരപുരാതനമായ നാരകത്ത് തീയ തറവാട്ടിലെ മുതിർന്ന കാരണവരായ നാരകത്ത് കൃഷ്ണൻ,
നാരദ കൃഷ്ണന്റെ അഭ്യർത്ഥന പ്രകാരം ചൈതന്യസ്വാമികള് അവിടെ കോഴിക്കോട് ചാലപ്പുറത്തിനടുത്ത് ഒരു ശ്രീനാരായണ ഭജനമഠം സ്ഥാപിക്കുകയുണ്ടായി. ആ ഭജനമഠത്തിൽ താമസിച്ചു വരികയാണ് 1917 ശ്രീനാരായണ ഗുരുദേവ സ്വാമികളെ ആരാധിക്കുവാൻ വേണ്ടി അവിടുത്തെ പ്രത്യക്ഷമായ, കാരണം ഗുരുവിനെ ദൈവമായിട്ട് കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. നമ്മെ സംബന്ധിച്ച് ഗുരുവും ദൈവവും എല്ലാം ഒന്ന് തന്നെയാണ്. ഗുരു പ്രത്യക്ഷമായ ദൈവമായിട്ട് കണക്കാക്കി ഗുരുവിനെ ആരാധിക്കുവാൻ വേണ്ടി മന്ത്രങ്ങൾ 108 മഹാമന്ത്രങ്ങൾ 1917 ചൈതന്യസ്വാമികൾ രചിച്ചു. ആ മഹാമന്ത്രങ്ങളുടെ പേരാണ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയര് ചതയ പൂജയ്ക്കും ദിവസ പൂജയ്ക്കും വിശേഷാൽ പൂജയ്ക്കും എല്ലാം അർച്ചന ചെയ്തത്. ശിവഗിരി മഠത്തിലെ നിർദ്ദേശപ്രകാരം എല്ലാ വീടുകളിലും പ്രഭാതത്തിൽ 6 മുതൽ 6:30 വരെയുള്ള സമയത്തെ തിരുവവതാര മുഹൂർത്തം എന്ന് പറയുന്നു. സ്വാമി തൃപ്പാദങ്ങൾ തിരുവവതാരം പൂണ്ട സമയമാണ് 6:15 എന്ന് പറയുന്നത്. 6 മുതൽ 6:30 വരെയുള്ള ഈ സമയത്ത് ഇന്ന് ആയിരക്കണക്കിന് കുടുംബസ്ഥർ അവരുടെ വീടുകളിൽ ഈ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ ഉപയോഗിച്ച് അർച്ചന ചെയ്യുന്നുണ്ട്. ഈ 108 മന്ത്രങ്ങളിൽ ഗുരുവിന്റെ സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. ഇത് വലിയൊരു മഹാമന്ത്രമാണ്. ഈ മഹാമന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈ സർവൈശ്വര്യ പൂജ നടത്തുന്നത്. ഈ 108 മന്ത്രങ്ങളിലെ ഓരോ മന്ത്രവും ഞാൻ ക്രമത്തിൽ ഉറക്കെ ചൊല്ലിത്തരും. ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെല്ലാവരും ഒരല്പം പുഷ്പമെടുത്ത് ഹൃദയത്തോട് ചേർത്ത് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നിലവിളക്കിന് താഴെ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന് ചൊല്ലി അർച്ചിക്കണം. മന്ത്രങ്ങൾ മാറി മാറി വരും. നമ്മളെല്ലാവരും ഉറക്കെ ചൊല്ലേണ്ടത് ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന മന്ത്രമാണ്. ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനും അറിയപ്പെടുന്ന കവിയുമായ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, ആഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിത വിജയം നേടിയത് ഗുരുവിന്റെ മഹാമന്ത്രം ചൊല്ലിയിട്ടാണെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഈ മഹാമന്ത്രം ചൊല്ലാൻ ഒരിക്കലും മടിക്കരുത്. ഉറക്കെ ചൊല്ലണം, ഉറക്കെ. ഇന്ന് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ആയിരക്കണക്കിന് ഗുരുമന്ദിരങ്ങളിലും 10,000-കണക്കിന് വീടുകളിലും ഭാരതമെമ്പാടുമുള്ള വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഗുരുമന്ദിരങ്ങളിലും വീടുകളിലും എല്ലാം തന്നെ ചതയം പ്രമാണിച്ച് ഈ ഗുരുപുഷ്പാഞ്ജലി അർച്ചന ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇന്ന് അഖണ്ഡ നാമജപമാണ്. രാവിലെ ഉദയം തൊട്ട് വൈകിട്ട് അസ്തമയം വരെ ശ്രീനാരായണ പരമഗുരവേ നമഃ എന്ന മഹാമന്ത്രം ചൊല്ലുകയാണ് ഉറക്കെ. അപ്പോൾ വലിയ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖദുരിതങ്ങളും ഇല്ലായ്മ ചെയ്യാൻ കഴിയിട്ടുള്ള ഈ ഗുരുവിന്റെ മഹാമന്ത്രം നിങ്ങൾ മെല്ലെ ചൊല്ലരുത്, ഉറക്കെ ചൊല്ലണം. പരമാവധി ഉറക്കെ ചൊല്ലി ആ പുഷ്പം അർച്ചന ചെയ്യണം. ആ പുഷ്പങ്ങൾ കുറയുന്ന വേളയിൽ സംഘാടകർ പുഷ്പങ്ങൾ യഥാസമയം എത്തിക്കുക. എല്ലാവരും നിലവിളക്ക് കൊളുത്തുക. കൊളക്കൊളുത്തിക്കോളൂ. ഓം പാപബന്ധമുടു സത്യരൂപനാം ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേൻ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപതേരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠ ഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമേയിലെത്തണേ സ്ഥേയമാർന്ന മണിഭൂഷണത്തിലും ൂമനോജ്ഞമലർമാല തന്നിലും ഹേമവിഗ്രഹമരീചി തേടുമീ കോമള പ്രഭതിളങ്ങണേ വിഭോ മാറ്റിനിൻ മുഖരസംവരച്ചിരിൽ പോറ്റി പുൽകരുതു ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെഴും കാറ്റിലാടരുതിൻ ശികാഞ്ചലം
ചീട്ടിലിന്നൊളി തെളിഞ്ഞു പൊങ്ങിനെ വാർത്തിടായിലുമെരിഞ്ഞു മേൽക്കുമേൽ നീണ്ടരീശമിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുമ്പ് നിഴൽ നീങ്ങി നിൽക്കണേ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ സദ്ഗുരു ഗുരുകൃപാവാരാന്നിധേ പാഹിനോ നാദത്വത്പദപങ്കജസ്മൃതിരിമാൻ ശുദ്ധീകരോത്തും ജസാ ധർമ്മസ്ഥാപനകർമ്മലോലുപമതേ ത്വം ബ്രഹ്മരാദോ ഭവ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീനാരായണായാന്വഹം. ശ്രീനാരായണ ഗുരുരാദ്യാം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഹംസാഭ്യാം പരിവൃത്തപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിദ്ഘനരസം പൂർണ്ണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേത് വിഭും ശാശ്വതം. ഞാൻ മന്ത്രങ്ങൾ ചൊല്ലാം. ഓരോ മന്ത്രവും ഞാൻ ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന് ചൊല്ലി അല്പമാത്ര പുഷ്പമെടുത്ത് മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന വിളക്ക് നിലവിളക്ക് ഗുരുവിന്റെ സ്വരൂപമാണെന്ന് മനസ്സിലാക്കി അതിനെ താഴെ ഭയഭക്തിയോടുകൂടി അർച്ചന ചെയ്യുക. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം സംസാരതാപശമനായ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം മനുഷ്യവിഗ്രഹായ നമഃ. എല്ലാവരും ഉറക്കെ ചൊല്ലും. ഓം സത്വഗുണോത്തമായ നമഃ. ഓം പ്രഹൃഷ്ടാത്മനേ നമഃ. ഓം വീതരാഗഭയക്രോധശോകമോഹമാനസായ നമഃ. ഓം അവ്യയായ നമഃ. ഓം നിർമ്മലായ നമഃ. ഓം
निगमान्तज्ञाय नमः। ॐ आज्ञानुवर्तिलोकाय नमः। ॐ सच्चिदानन्दस्वरूपाय नमः। ॐ अव्याह्याय नमः। ॐ देहात्मबुद्धिनिहन्त्रे नमः। ॐ नाशिदाशेषकन्मषाय नमः। ॐ भक्तिसंयुक्ताय नमः। ॐ स्थूलसूक्ष्मकारणशरीरादिरिक्ताय नमः। ॐ कारुण्यसम्पूर्णाय नमः। ॐ बाह्यकर्मेन्द्रियादिरिक्ताय नमः। ॐ सगुणपृथिव्यादिभूतोत्तराय नमः। ॐ अवस्थात्रयसाक्षिणे नमः। ॐ देवतिर्यङ्मनुष्यावच्चिन्नात्मने नमः। ॐ अवबोधितमायामयप्रपञ्चाय नमः। ॐ अन्नमयादिकोशविलक्षणाय नमः। ॐ वर्णाश्रमाद्याचारव्यवहारपराङ्मुखाय नमः। ॐ सर्वज्ञाय नमः। ॐ सर्वशक्ताय नमः। ॐ आर्तार्तिहरणाय नमः। ॐ आनन्ददायकाय नमः। ॐ वास्तवज्ञानतृप्ताय नमः। ॐ दृग्रूपाय नमः। ॐ जडबोधविवर्जिताय नमः। ॐ सर्वमुक्ताय नमः। ॐ सत्कृत्यज्ञानदानोत्कर्षाय नमः। ॐ अज्ञानविनाशितविज्ञानाय नमः। ॐ भिक्षान्नविभक्त्रे नमः। ॐ यथार्थज्ञानदाय नमः। ॐ भ्रान्तिज्ञानविनाशकाय
लोकवर्तिने नमः। ॐ विपरीतगतिहन्त्रे नमः। ॐ सत्यमार्गप्रदायकाय नमः। ॐ भक्तामोदप्रदायकाय नमः। ॐ पूर्णाद्वैतनिरुपाधिकपरब्रह्मविदे नमः। ॐ क्षणप्रभावबुद्धभोगाय नमः। ॐ बाह्येन्द्रियव्यत्युदासीनाय नमः। ॐ आत्मनिष्ठापराय नमः। ॐ तुष्टाय नमः। ॐ मायावृत्तिरहिताय नमः। ॐ आनन्दस्वरूपाय नमः। ॐ ज्ञानामृतप्रदात्रे नमः। ॐ सर्वलोकप्रभुजिदाय नमः। ॐ इन्द्रियार्थरहिताय नमः। ॐ आत्मानन्दहीनात्मने नमः। ॐ निष्कलात्मने नमः। ॐ जन्मनाशरहिताय नमः। ॐ उत्तीर्णभवार्णवाय नमः। ॐ निश्चलाय नमः। ॐ ब्रह्मभिन्नवस्तुबोधहीनाय नमः। ॐ शैवादिमतभेदरहिताय नमः। ॐ निर्वाभितमानसिकमलाय नमः। ॐ मोक्षोपदेशप्रदायकाय नमः। ॐ दुराशादिदुर्गुणदूराय नमः। ॐ जन्मकारणप्रदर्शकाय नमः। ॐ विषयबीजभ्रान्ताशयनाशकाय नमः। ॐ त्रिकालज्ञाय नमः। ॐ निरावरणचेतसे नमः। ॐ योगीन्द्र
राघवेन्द्रवर्याय नमः। ॐ कृपार्द्रहृदयाय नमः। ॐ श्रीनारायण परमगुरवे नमः। ॐ अघौगनाशकाय नमः। ॐ प्राग्भावादिसाक्षिणे नमः। ॐ शिष्याब्जभास्कराय नमः। ॐ अज्ञानान्धज्ञानदृष्टिप्रदायकाय नमः। ॐ क्षणभङ्गुरविषयविरक्ताय नमः। ॐ कामादिजन्यभूतदेहबोधाय नमः। ॐ नित्यात्मने नमः। ॐ प्रकाशितनित्यात्मबोधाय नमः। ॐ अज्ञजन्मनिष्फलबोधाय नमः। ॐ दर्शनमात्रभगवद्ध्यानभासनप्रदायकाय नमः। ॐ देहमोहविनिर्मुक्ताय नमः। ॐ पराक्षेपहीनाय नमः। ॐ ज्ञानप्रसङ्गप्रहृष्टात्मने नमः। ॐ श्रुतिसिद्धब्राह्मणाय नमः। ॐ विबोधितवर्णधर्माय नमः। ॐ प्रमोदितसज्जनाय नमः। ॐ शुद्धज्ञानघनाचार्याय नमः। ॐ सङ्कल्पोक्तसर्वलोकभीक्षकाय नमः। ॐ निदिध्यासितव्याय नमः। ॐ कालत्रयसम्पूर्णाय नमः। ॐ अखण्डवस्तुज्ञाय नमः। ॐ सर्वोत्तमसुखदाय नमः। ॐ प्राणिहिंसापराङ्मुखाय नमः। ॐ स्नेहस्वरूपाय नमः। ॐ संसाररोगविषजे नमः। ॐ ब्राह्मणत्वादिजातिरहिताय
നമഃ. ഓം സ്വയം പ്രകാശാഖണ്ഡബോധായ നമഃ. ഓം സത്യഗിരേ നമഃ. ഓം ശിവായ നമഃ. ഓം സമ്പൂർണ്ണ ചൈതന്യായ നമഃ. ഓം സ്വായത്ത മനസ്കായ നമഃ. ഓം ധർമ്മ സംസ്ഥാപകായ നമഃ. ഓം വിഷയവിരക്തായ നമഃ. ഓം സ്വസ്വരൂപാജ്ഞഭ്രാന്തി നിവാരകായ നമഃ. ഓം സ്വപരപ്രമോദപരകർമ്മണേ നമഃ. ഓം അകൃത്യപരാങ്മുഖപ്രസംഗായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം സ്വാനുഭോക്തവ്യ പുണ്യപാപബോധായ നമഃ. ഓം പ്രീണിതാർത്തിനേ നമഃ. ഓം വിദ്യാസമ്പദേ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ധ്യാനം. ഓം വിശ്വം വ്യാപിനമാദിദേവമവലം നിത്യം പരം നിഷ്കളം നിത്യോദ്ബുദ്ധസഹസ്രപത്രകമലേ ലുപ്താക്ഷരേ മണ്ഡപേ നിത്യാനന്ദമയം സുഖൈകനിലയം സത്യം ശിവം സ്വപ്രഭം ധ്യായേത് ഹംസപദം പരാത്പരതരം സ്വച്ഛന്ദസർവാഗമം. സജ്ജനങ്ങളെ, 108 മഹാമന്ത്രങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ ഗുരുദേവന് അർച്ചന ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മഹനീയമായ കർമ്മത്തിൻ്റെ പുണ്യഫലം, സദ്ഫലം നമ്മളിലേക്കും നമ്മുടെ ബന്ധുജനങ്ങളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ എത്തിച്ചേരുവാൻ വേണ്ടി നാം ഭഗവാനിൽ നിന്ന് ഫലസങ്കല്പമെടുക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും അവരവരുടെ പേരും നാളും മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം നമ്മുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ ആർക്കൊക്കെയാണ് ഈ സദ്ഫലം എത്തിച്ചേരേണ്ടത് അവരുടെ പേരും നാളും മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് ഞാൻ ചൊല്ലിത്തരുന്ന ഫലസങ്കല്പം ഉറക്കെ എല്ലാവരും ഏറ്റു ചൊല്ലുക. ഓം ഭഗവാൻ ശ്രീനാരായണ പരമഗുരു മമ സർവാൻ സകുടുംബാനാം സമസ്ത ദോഷപരിഹാരാർത്ഥം ആയുരാരോഗ്യ ഐശ്വര്യ
അഭിവൃദ്ധ്യർത്ഥം ധനധാന്യ വിദ്യ വിജയ വീര്യ സ്ഥൈര്യ ക്ഷേമ പ്രാപ്ത്യർത്ഥം അസ്മിൻ ശുഭദിനെ ശുഭമുഹൂർത്തൗ ശ്രീ ഗുരുസന്നിധൗ വയം മഹാഗുരുപുഷ്പാഞ്ജലി സ്വാമി തൃപ്പാദ ചരണ അരവിന്ദാഭ്യാം സമർപ്പയാമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി ഗുരുഷട്ക മന്ത്രം അറിയുന്ന ആളുകൾ ഒരുമിച്ച് നമുക്ക് ഉറക്കെ തീർച്ചയായും അറിയാത്തവരൊരു ബോർഡുണ്ട്, ആ ബോർഡിൽ ഗുരുഷട്കം കാണാം. പ്രാർത്ഥനാ പുസ്തകമുള്ളവർ പ്രാർത്ഥനാ പുസ്തകത്തിൽ നോക്കുക, അല്ലാത്തവർ മൗനമായിട്ട് ശ്രദ്ധിക്കുക. അറിയുന്നവരൊക്കെ ഒരുമിച്ച് ഉറക്കെ എത്തിച്ചിട്ടുള്ള ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനെ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരേ കുരുവതേ ശാന്തേ കടാക്ഷേ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ ഭാചമ്യമാനാം മൗനഭാസിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ ന കൽപതേ സിദ്ധ്യേ പാദാംബുജരജോല്ലഭ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശർഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിത പ്രജ്ഞാനഘന പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. വേദവേദാന്തലക്ഷ്യാർത്ഥോ ഭഗവാനതിമാനുഷഃ പ്രണമ്യത്തെ മഹാഭാഗോ നാരായണയതീശ്വര. ശ്രീമന്നാരായണ സ്വാമി പാദാംബുജരജഗണാം സേവ്യതേ ജ്ഞാനസിദ്ധ്യർത്ഥം മോഹാമയമഹൗഷധം സേവ്യതേ ജ്ഞാനസിദ്ധ്യർത്ഥം മോഹാമയമഹൗഷധം. ഇനി ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് വേണ്ടി എല്ലാവരും അതാത് സ്ഥാനത്ത് തന്നെ വളരെ പതുക്കെ എഴുന്നേറ്റ് നിൽക്കുക. ഗുരുവിന് അഭിമുഖമായി നിൽക്കുക. ആരും ഒറ്റയടിക്ക് എഴുന്നേൽക്കരുത്. നമ്മൾ ഇത്രയും നേരം അർച്ചന ചെയ്യാൻ വേണ്ടി ഇരുന്നത് കൊണ്ട് കാലുകളൊക്കെ മരവിച്ചിട്ടുണ്ടാകുന്നു. ശ്രദ്ധയോടുകൂടി എഴുന്നേൽക്കുക. എഴുന്നേൽക്കാൻ സാധിക്കാത്തവർ സ്വസ്ഥാനത്ത് തന്നെ ഇരിക്കുക. ദീപാരാധന കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ദൈവദശകം തരണം.